അങ്ങനെ ഫിഫ ക്ലബ് ലോകകപ്പിന് തുടക്കമായിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 സാക്ഷാൽ ലയണൽ മെസ്സിയുടെ ഇന്റർ മിയാമിയും ഈജിപ്ഷ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ അഹ്ലിയും തമ്മിലായിരുന്നു ആദ്യത്തെ മത്സരം. ആ മത്സരം സമനിലയിലാണ് അവസാനിച്ചത്. ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാൻ സാധിച്ചില്ല. ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും പോലുള്ള മികച്ച താരങ്ങളുണ്ടായിട്ട് പോലും ഇന്റർ മിയാമിക്ക് ഗോളിലേക്ക് എത്താൻ സാധിച്ചില്ല. മികച്ച മുന്നേറ്റങ്ങൾ ഇരു ടീമുകൾ നടത്തിയെങ്കിലും അതൊരു ഗോളാക്കി മാറ്റാനൊന്നും ഇരു ടീമിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ലയണൽ മെസ്സിയുടെ ഒരു സുന്ദരമായിട്ടുള്ളൊരു കിക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഗോളിലേക്ക് എത്താൻ സാധിച്ചില്ല. അപ്പോൾ ഇനി അതൊന്നും മനസ്സിൽ വരുത്താതെ അല്ലെങ്കിൽ അതൊന്നും കണക്കിലെടുക്കാതെ അടുത്ത കളിയിൽ ശക്തമായി തിരിച്ചു വന്നുകൊണ്ട് ഒരു വിജയവഴിയിൽ തിരിച്ചെത്തിക്കൊണ്ട് ഈ ഒരു ലോക കിരീടം നേടാൻ വേണ്ടി തന്നെയാണ് ഇന്റർ മിയാമിയുടെ ലക്ഷ്യം. അപ്പോൾ അടുത്ത കളി ജൂൺ 20 പുലർച്ചെ 12:30, അതായത് ജൂൺ 19 രാത്രി 12:30 പോർച്ചുഗീസ് ക്ലബ്ബായിട്ടുള്ള FC പോർട്ടോക്കെതിരെയാണ് ഇന്റർ മിയാമിയുടെ അടുത്ത മത്സരം. അത് അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിലാണ് ആ മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്റർ മിയാമി പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്കെന്തായാലും നോക്കാം ആ മത്സരത്തിൽ എന്താണ് സംഭവിക്കുന്നത്. ഏതായാലും ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസൊക്കെ അടക്കമുള്ള താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ഈ ഒരു ഘട്ടത്തിലെങ്കിലും ഇന്റർ മിയാമിക്ക് അവരുടേതായിട്ടുള്ള ഒരു സുപ്രീമായിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിക്കൊണ്ട് ഇന്റർ മിയാമി ഒരു ചരിത്രം തന്നെ തിരുത്തി കുറിക്കുമെന്നാണ് ലയണൽ മെസ്സിയുടെ ആരാധകരും ഇന്റർ മിയാമിയുടെ ആരാധകരൊക്കെ കണക്കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അന്ന് ഇനിയിപ്പോൾ അടുത്ത ജൂൺ 20 എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ലയണൽ മെസ്സി സംഘം അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറുമെന്നൊക്കെ നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.